പൂർണ്ണത്രേശ ശരണം. ആത്മാവിൻ്റെ വാസസ്ഥലം ശരീരമെന്നറിയപ്പെടുകയും ചിന്താശേഷിയുള്ള ഒരു മനസ്സിൻ്റെ വാസസ്ഥലം ഒരു ഗൃഹമായിട്ടാണ് കണക്ക് കൂട്ടുക. ഒരു ആത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ ശരീരത്തിന് എത്രത്തോളം വേണം, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ചൈതന്യം നമ്മുടെ ശരീരത്തിന് വേണം. ഈ ശരീരത്തിൻ്റെ അകത്തും പുറവുമായിട്ടിരിക്കുന്ന ഈ ചൈതന്യത്തിൻ്റെ പ്രവാഹത്തിനെ ബാലൻസ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ് ആത്മാവും അതുപോലെ തന്നെ മനസ്സും. മനമേക മനുഷ്യാണാം കാരണം ബന്ധമോചനം. അപ്പോൾ മനസ്സ് നമുക്കൊരു ബന്ധനത്തിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരു ബന്ധനത്തിന് വിമോചനം നേടാനും മനസ്സ് സഹായിക്കുന്നതാണ്. അങ്ങനെ മനസ്സിൻ്റെ ഒരു വാസസ്ഥലമാണ് ഒരു ഗൃഹം അല്ലെങ്കിൽ വീട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വാസ്തുപ്രകാരം കണക്ക് നോക്കി ഒരു വീട് പണിത് കഴിഞ്ഞാൽ ആ ഭൗതികമായ വീടിനെ എന്ന് പറഞ്ഞാൽ പുരുഷനും പ്രകൃതി എന്നതാണ്, മാറ്റർ ആൻഡ് എനർജി എന്ന സങ്കല്പമാണ്. മാറ്ററായിട്ടുള്ള ഘനം കൊണ്ടുണ്ടാക്കിയ ഈ സ്ട്രക്ചർ അതിലേക്ക് ചൈതന്യം വരുത്തുക എന്നതാണ്. അപ്പം അതിൻ്റെ ക്രിയമായിട്ട് നമ്മുടെ സനാതനധർമ്മപ്രകാരം ഹിന്ദു വിശ്വാസത്തിൽ ഭൂമി പൂജ കഴിച്ച് ഭൂദേവിയുടെ അനുഗ്രഹത്തോട് അവിടെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഗൃഹപ്രവേശം അല്ലെങ്കിൽ പാലുകാച്ചൽ അതിൻ്റെ തലേദിവസമായ വാസ്തുപുരുഷനെ പൂജിച്ചുകൊണ്ട് വാസ്തുബലി നടത്തി പിറ്റേ ദിവസം ഗണപതി ഹവനം കഴിച്ച് അതുപോലെ തന്നെ സുദർശന ഹവനം കഴിച്ചുകൊണ്ട് വീടിന് ആയുസ് നൽകി സന്ധ്യാനേരത്ത് ശ്രീഭഗവതി പ്രീതിക്ക് വേണ്ടി ശ്രീഭഗവതി സേവ കഴിക്കുക എന്നതാണ്. അപ്പം ഈ ക്രിയകൾ എല്ലാവരും മിക്കവരും ചെയ്യാറുണ്ട്. അപ്പോൾ ആ ചെയ്യണ സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാമെന്ന് വെച്ച്. ഏതൊരു സാധനം അല്ലെങ്കിൽ ഏതൊരു ക്രിയയോ അതുപോലെ തന്നെ ഒരു സാധനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ക്വാളിറ്റേറ്റീവ്ലി ക്വാളിഫൈ ഫോർ ദാറ്റ് എന്നാണ്. അപ്പോൾ ഒരു ക്രിയ ചെയ്യുകയാണെങ്കിൽ കർമ്മിനെ കൊണ്ട് ക്രിയ മാത്രം ചെയ്യിപ്പിച്ചാൽ പോരാ, ആ ക്രിയയ്ക്ക് നമ്മൾ പാകവും പരിപക്വരാവണം എന്നതാണ്. അപ്പോൾ ക്രിയ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ അതിന് മുമ്പേ ആയിട്ട് എന്നാണോ നമ്മൾ ഈ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു വിടും, ആ ദിവസങ്ങളിൽ ആദ്യം തന്നെ നമ്മളൊന്ന് നൊയമ്പ് നോക്കാം. അന്തർബഹിഷ്ഠ ശുദ്ധന്താം, അകവും പുറവും വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ ശരീരവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ഇതിലേക്ക് പൂർണ്ണമായി ലയിപ്പിക്കുക എന്നതാണ്. മനസ്സ് ലയിപ്പിച്ച് കഴിഞ്ഞാൽ ഏതൊരു ക്രിയയ്ക്കും ഏതൊരു കർമ്മത്തിന് പൂർണ്ണ ഫലം ഉണ്ടാവുന്നത്. അപ്പോൾ ആ പൂർണ്ണ ഫലത്തോടുള്ള ക്രിയകൾ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പരിപക്വരായതുകൊണ്ട് ആ ക്രിയയിൽ നമ്മൾ പങ്കെടുക്കുക എന്നത് ആദ്യത്തെ കാര്യം. അങ്ങനെ ചിട്ടയായ നൊയമ്പ് നോക്കിക്കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ കർമ്മത്തിന് ശേഷവും കുറച്ച് ദിവസങ്ങളിൽ ഈ ചിട്ടയോട് മുന്നോട്ട് പോകുക എന്നതാണ്. കാരണം ഒരു സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇരുത്തി പരിപക്വമാക്കുക എന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിനെ ഇരുത്തി കൊണ്ട് അതിൽ വർധനമുണ്ടാക്കുക എന്നതാണ് വേണ്ടത്. അപ്പോൾ ദൈവാധീനത്തോടുള്ള ഒരു ക്രിയ ചെയ്തുകൊണ്ട് ആ ക്രിയയുടെ പൂർണ്ണ അനുഗ്രഹവും പുണ്യവും നമ്മൾ നേടിക്കൊണ്ട് കുറച്ചും കൂടി നൊയമ്പ് നോക്കി സാധിക്കുക വെച്ചാൽ ഉത്തമം. കാരണം എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയും പറ്റാവുന്നതും ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയണത്. ആ ക്രിയയ്ക്ക് ശേഷവും കുറച്ച് ദിവസങ്ങൾ നൊയമ്പ് നോക്കിക്കൊണ്ട് ആ ചൈതന്യം നമ്മുടെ വീട്ടിൽ പൂർണ്ണമായി നമുക്ക് അനുഗ്രഹഭാവത്തിൽ നിൽക്കാൻ പാകത്തിനാക്കിയെടുക്കാം. അത് കഴിഞ്ഞാൽ ചിലവർ വിഗ്രഹങ്ങളോ അതുപോലെ തന്നെ ഫോട്ടോകളോ അവരവരുടെ പരദേവതകളൊക്കെ വെച്ച് പൂജിക്കുക, വിളക്ക് വയ്ക്കുക എന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. അത് വൃത്തിയായിട്ട് ചിട്ടയായിട്ട് ചെയ്തു പോവാം.
അതുപോലെ തന്നെ വീട് ശുദ്ധമാക്കി വയ്ക്കുക, അടിച്ചു വാരി വൃത്തിയാക്കി തളിച്ച് വിളക്ക് വയ്ക്കുക. നാമം ഏതായിക്കോട്ടെ, അതിൽ യാതൊരു എന്താ പറയുക വിരോധമോ അല്ലെങ്കിൽ വ്യത്യാസമോ പറയാനില്ല. അവർക്ക് ഇഷ്ടമുള്ള ഏത് നാമം വേണമെങ്കിൽ ജപിക്കാമെന്നാണ്. ഏറ്റവും മൂലമായിട്ടുള്ള ചൈതന്യങ്ങളുടെ എല്ലാത്തിൻ്റെ കേന്ദ്രം ഗണപതിയാണ്. മൂലാധാരത്താണ് ഗണപതിയുടെ സ്ഥാനം. അപ്പോൾ എന്ത് ക്രിയ ചെയ്യണ മുമ്പേയും ഗണപതിനൊന്ന് പ്രാർത്ഥിക്കുക. ഗണപതിനെ പ്രാർത്ഥിച്ചതിന് ശേഷം മഹാവിഷ്ണുവിനെയും അതുപോലെ തന്നെ ശിവഭഗവാനെ തുല്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ തുല്യമായിട്ട് ജപിച്ചുകൊണ്ട് അവൻ്റെ പരദേവതയെ, ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ പരദേവതാ പ്രീതിയെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ്റെ പരദേവതയെ നല്ല രീതിക്ക് ജപിക്കുക എന്നതാണ്. എത്രത്തോളം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിക്കുക. പലപ്പോഴും നമ്മുടെ വീടുകളിൽ കാണാറുണ്ട് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നു ചേരും. അതിനുള്ള കാരണം നമ്മൾ തന്നെ എന്നത് ആദ്യം മനസ്സിലാക്കാം. പുറത്ത് പോയി കഴിഞ്ഞാൽ പുറത്തു നിന്ന് വരുമ്പോൾ നെഗറ്റീവായിട്ടുള്ള എനർജികൾ മൊത്തം നമ്മുടെ കാല് സംബന്ധമായ ഭാഗത്തിൽ നിന്നാണ് വീടിൻ്റെ അകത്തേക്ക് കയറുന്നത്, ശരീരം മുഖേന. അപ്പോൾ ആദ്യം കാല് കഴുകുക, വൃത്തിയായി കാല് കഴുകിയതിന് ശേഷം വീടിൻ്റെ അകത്ത് കയറുക. പറ്റാവുന്നതും പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ കുളിച്ചകത്ത് കയറണം. അത് പറയാൻ കാരണം ശരീരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓറയുടെ പുറത്തിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികളെ എലിമിനേറ്റ് ചെയ്യുക എന്നത്, അതിനെ ഇല്ലാണ്ടാക്കുക എന്നത്. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ബാക്ടീരിയലോ അല്ലെങ്കിൽ വൈറലോ ഫംഗലായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കുളിക്കുക എന്നതാണ്. സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ ആ കാല് കഴുകി നമ്മൾ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ കുളിച്ച് നമ്മൾ ശുഭ്രമായിട്ട് ഒന്ന് റിലാക്സ് ആവാം. വെള്ളം, പണ്ട് കാലത്ത് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറയാൻ കാരണം ശരീരത്തിൻ്റെ അകത്തുള്ള എന്തെങ്കിലും നെഗറ്റീവ് സാധനങ്ങൾ അതിനെ ബാലൻസ് ചെയ്യാൻ വരുണനെ കൊണ്ട് പറ്റുമെന്നാണ് വെള്ളം. അതുകൊണ്ടാണ് വെള്ളം കുടിക്കണത്. അങ്ങനെ പണ്ട് കാലത്ത് വെള്ളം കയ്യിൽ പിടിച്ച് ജപിച്ച് കുടിക്കുക എന്നതാണ്. അവൻ്റെ പരദേവതിനെ ജപിച്ച് വെള്ളം അകത്തേക്ക് കുടിക്കുക. അപ്പോൾ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും കോട്ടകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിലാക്സ് ചെയ്താവും, അത് സമത്തിലേക്ക് എത്തും എന്നാണ് അതിന് പറയുക. അതുപോലെ തന്നെ ആഹാരമായാലും നല്ല രീതിക്ക് വൃത്തിയായ ആഹാരം പാചകം ചെയ്ത് അന്നന്ന് വെച്ച ഭക്ഷണം കഴിച്ച് വീടടിച്ചു വാരി നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കഴുകി ഗ്രഹം വേസ്റ്റായിട്ടുള്ള സാധനങ്ങളൊന്നും വീടിൻ്റെ അകത്ത് ഡംപ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ പകുതി നെഗറ്റീവ് എനർജികൾ പോയി എന്നതാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ സ്ഥല സംബന്ധമായ എനർജികളുണ്ടാവും. ഈ ഭൂമിയുമായിട്ട് ബന്ധമുള്ള പലതരത്തിലുള്ള എനർജികളും പല വേവ്‌ലെങ്തിലുള്ള എനർജികളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ യാത്രാപഥങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വീടുകളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. അതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത്രയേ ഉള്ളൂ. നമുക്ക് അവരോട് വിരോധം വേണ്ട. പ്രാർത്ഥിക്കുക, നമ്മളിവിടെ താമസിക്കുകയാണ്, യാതൊരുവിധ ഉപദ്രവമൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി. പിന്നെ വീടിന് വേണമെങ്കിൽ ഒന്ന് രക്ഷയായിട്ട് എന്തെങ്കിലും യന്ത്രം ജപിച്ചു വയ്ക്കുക എന്നതാണ് ചെയ്യുക. അശുദ്ധമായ സമയങ്ങൾ നോക്കി വീടൊന്ന് പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കി വിളക്ക് വയ്ക്കുക എന്നുള്ള സമ്പ്രദായം നിലനിർത്തി പോവുക. അപ്പോൾ തന്നെ ആദ്യത്തെ കാര്യം ക്ലിയറായി. പിന്നെ പലപ്പോഴും വീട് സംബന്ധമായ നെഗറ്റിവിറ്റിയിലൂടെയാണ് നമ്മുടെ പല കാര്യങ്ങളും പകുതിയോളം മുടങ്ങി പോവുക. കാരണം ഈശാന കോണിന് നമുക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി വരികയും അതുപോലെ തന്നെ കന്നിമൂലയ്ക്ക് പോയി ഡെപ്പോസിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശാനമൂലയും കന്നിമൂലയും ഈ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ വയ്ക്കുകയോ വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ വയ്ക്കുകയോ ടോയ്ലറ്റ് ബാത്റൂമുകളൊക്കെ വരികയാണെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ട് നമ്മുടെ വീടിനെ ഇമ്പാക്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഇമ്പാക്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ മനസ്സിനാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈശാനക്കോൺ എപ്പോഴും വൃത്തിയായി നോക്കുക. പഠിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലമാണ് ഈശാനക്കോൺ അല്ലെങ്കിൽ കന്നിമൂല, രണ്ടും ഉത്തമമെന്ന് പറയാറുണ്ട്.
സമ്പത്ത് എടുത്ത് വയ്ക്കാനുള്ള ഏറ്റവും വിശേഷമായ സ്ഥലം കന്നിമൂലമായിട്ട് പറയാറുണ്ട്. ഈശാന കോണിൽ ഇത്തിരി ഒരു ബൗളിൽ ഇത്തിരി വെള്ളം എടുത്ത് വയ്ക്കുക. അത് ജലത്തിൻ്റെ സ്ഥാനം കൂടി ആയതുകൊണ്ട് അത് നല്ലതാണ്, ഉത്തമമാണ് എന്നാണ് പറയുക. അത്ര കാര്യങ്ങൾ ചെയ്യുക. 8 കോണ് 8 ദിക്കുകൾ, അതിൽ പറ്റാവുന്നതും നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ ഡെപ്പോസിറ്റ് ആവാണ്ട് ശ്രമിക്കുക. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ ആ വീട്ടിൽ പറ്റാവുന്നതും നമ്മുടെ പരദേവതനെ ജപിക്കുക എന്നുള്ള പരിപക്വമായ ചിന്ത നമ്മുടെ വീട്ടുകാരോടും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളോടുമൊക്കെ ആക്കിയെടുത്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. ഈ വീട് എന്നത് നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും നമ്മുടെ കാര്യങ്ങളുടെ വിജയത്തിലേക്കും ഏറ്റവും പ്രാധാന്യമുള്ള സാധനമാണ്. അപ്പോൾ ആ വീടിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ വയ്ക്കുമ്പോൾ ശ്രീ എന്ന ചൈതന്യമായ ശ്രീ ഭഗവതി സമ്പത്തായിട്ട് വിദ്യയായിട്ട് ഐശ്വര്യമായിട്ട് വീടിന് അകത്തേക്ക് വരണ പകരം ജ്യേഷ്ഠാലക്ഷ്മി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എനർജി ആയിട്ടുള്ള ശക്തികൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരാനുള്ള ആഹ്വാനം നമ്മൾ കൊടുത്ത പോലെ ആമന്ത്രണം കൊടുത്തു എന്നൊക്കെ പറയും, വെൽക്കം എന്ന് പറയും. നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം, നമ്മുടെ സമ്പത്ത്. അപ്പോൾ അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് അതുപോലെ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ കർമ്മങ്ങളും പോസിറ്റീവായാൽ മതി. അപ്പോൾ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ടാവും. എന്താ പറയുക, വിജയത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം അത് തന്നെയാണ്. പലപ്പോഴും വിജയം നമ്മുടെ അടുത്തേക്ക് വരണില്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട സക്സസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തോ പോരായ്മയുണ്ട്. നമ്മുടെ ജാതകവശാൽ പല കാര്യങ്ങൾ കണ്ടു, അതിനുള്ള പ്രതിവിധികൾ നമ്മൾ ചെയ്താൽ പോലും നമുക്ക് റിസൾട്ട് വരാണ്ടിരിക്കാനുള്ള കാരണം അത് തന്നെ നമ്മൾ മനസ്സിലാക്കാം. പലപ്പോഴും പരദേവതാ കോപം, അതുപോലെ തന്നെ പിതൃക്കളുടെ ശാപം, നമ്മുടെ വീടിൻ്റെ വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, അതുപോലെ നമ്മൾ പെരുമാറണ ഓരോ സാധനങ്ങൾക്കും നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, നമ്മുടെ കർമ്മങ്ങൾ കൃത്യമാക്കിയെടുക്കുക, നമുക്ക് വേണ്ടതെല്ലാം വൃത്തിയാക്കിയെടുക്കുക, ഒക്കെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ദിവസമാവട്ടെ. നമസ്തേ.